കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഒരു ഷവർമ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ 2 പീസ് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് 2 ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതെന്ന് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ക്യാബേജ് ചെറുതായി മുറിച്ചതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അര കാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1.5 തക്കാളി എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും അതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതൊന്ന് എല്ലാം ഒന്ന് മിക്സായി കിട്ടണം. അതിലേക്ക് നമുക്കിനി കുറച്ച് മയണൈസ് ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂണോളം മയണൈസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മയണൈസ് ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. അത് 2 മുട്ടയുടെ വെള്ള, അതിൽ ഒരു വെളുത്തുള്ളിയും 1 ടീസ്പൂണോളം പഞ്ചസാരയും കുറച്ച് ഉപ്പും അതിനാവശ്യത്തിന് 1 നുള്ളി ഉപ്പും പിന്നെ 1 കപ്പ് ഓയിൽ അതും കൂടെ അടിച്ചെടുത്തിട്ടാണ് മയണൈസ് ഉണ്ടാക്കിയത്. ഇതും കൂടെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 20 കഷ്ണം ബ്രെഡ് പൊടിച്ചിട്ട് കൊണ്ടുവരണം. ഞാൻ ബ്രെഡെല്ലാം പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ 5 മുട്ട, 1 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 കപ്പ് ഓയിൽ, ഒരു കപ്പ് പാല്, ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം. അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. ഇത് ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു സോസ് പാനിലാണ് ചെയ്യുന്നത്. ഞാനൊരു സോസ് പാനിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് എല്ലാം ഒരേപോലെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം എല്ലാം. ഇത് ഞാൻ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച മുട്ടയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പകുതി ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 24 കഷ്ണം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ബ്രെഡിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ടത്. അതിലേക്ക് പകുതി നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കനും വെജിറ്റബിൾസും എല്ലാം ഇട്ട് കൊടുക്കാം. എല്ലാം ഇടണ്ട, കുറച്ചൊന്ന് നമുക്ക് മാറ്റി വെക്കണം മുകളിലൊരു ഡെക്കറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡിൻ്റെ ബാക്കി കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലിൻ്റെ മിക്സ് പാലും മുട്ടയുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക്
നേരത്തെ മാറ്റി വെച്ച കുറച്ച് വെജിറ്റബിളിൻ്റെ ചിക്കൻ്റെ മിക്സ് കുറേശ്ശെയായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പഴയ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചെയ്ത് വെച്ച പാന് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. അതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇത് ഞാൻ ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് എൻ്റെ പാത്രം കുറച്ച് ചെറുതും വേറെയുള്ളതും ആയതുകൊണ്ടാണ്. ഇത് പരന്ന പാത്രമാണെങ്കിൽ ഇത്ര ടൈം ആവശ്യം വരില്ല. നമുക്കൊന്ന് കുത്തി നോക്കാം. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേറൊരു പാൻ എടുത്തിട്ട് തിരിച്ചിട്ടിട്ട് ഒന്ന് ഈ സൈഡ് കൂടെ ആക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് മുറിച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.